യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെറൈറ്റി ബൊഗൈൻ വില്ലകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ മണ്ണൂത്തി അടുത്തുള്ള കൊട്ടേപ്പാടം പ്ലാന്റ്സ് വേൾഡ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. കാശ്മീരിലെ ടുളിപ്പാടം പോലെ മനോഹരമായ അതിവിശാലമായ 7 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൊഗൈൻ വില്ലകൾ മാത്രമല്ല, ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതുപോലെ വലിയ വലിയ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് വേൾഡ് നഴ്സറി കൊട്ടേപ്പാടം റോഡ്, ചരക്കിക്കോട് റോഡിൽ വന്നിട്ട് കൊട്ടേപ്പാടം റോഡ്. മണ്ണൂത്തിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും ചേച്ചി? മണ്ണൂത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ. നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ രമ്യ. ഓക്കെ, രമ്യ ചേച്ചി സ്വാഗതം. അപ്പോൾ ഈ മുമ്പൊരു എപ്പിസോഡിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഐറ്റംസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇത് പർപ്പിൾ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ. അതിൽ ഒരു മഞ്ഞ വെരിഗേറ്റഡ് അല്ലേ, ഒരു മഞ്ഞ ഷെയ്ഡ് വന്നിട്ട് മഞ്ഞ കളർ, പിന്നെ ആ പർപ്പിൾ കളറ് പൂവിന്. അതിലും ഒറ്റ കളർ അല്ല അല്ലേ? ഒറ്റ കളർ അല്ലത്. പേര് പർപ്പിൾ സ്റ്റാർ. പർപ്പിൾ സ്റ്റാർ. ഇതും പുതിയതാണല്ലേ? ഇതും പുതിയൊരു കഴിഞ്ഞ കൊല്ലം ഉണ്ടായി നമുക്ക്. ഇത്തവണ കൂടുതൽ തൈ ഉണ്ട്, കൂടുതൽ തൈകൾ. പർപ്പിൾ സ്റ്റാർ. പർപ്പിൾ സ്റ്റാർ. ഇത് ബട്ടർഫ്ലൈ റെഡ്. അതിൻ്റെ ഫ്ലവറിങ് കണ്ടോ, കുഞ്ഞ് ഫ്ലവറായിട്ട് ഇലയ്ക്കും നോക്ക്. വെരിഗേറ്റഡ് ഇലയായിട്ട്. ബട്ടർഫ്ലൈ നമുക്ക് വേറെ വെറൈറ്റി ഏതാ? വേറെ വെറൈറ്റി നമുക്ക് യെല്ലോ വെറൈറ്റി ഉണ്ട്. ഓപ്റ്ററാവു എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ. ഇത് നമുക്ക് 2 കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഓറഞ്ചും, ഇപ്പം ഓറഞ്ച് നമുക്കിപ്പോൾ ഇല്ല, കഴിഞ്ഞു. ഇപ്പം നമ്മളുള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ളൊരു ഡോക്ടർ റാവു. ഇതെല്ലാം വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ലീഫായിട്ടുള്ളത്. തിമ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. തിമ നമുക്ക് അവിടെ തിമ കണ്ടുല്ലോ, യെല്ലോ കണ്ടുല്ലോ, അതിന്റെ നോർമൽ വെറൈറ്റി ആയത്. ഡബിൾ കളർ. അതൊരു പിങ്കും ഒരു വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റാ. ഇതും അത്യാവശ്യം സെയിലുള്ള ഐറ്റാ. രണ്ട് കളറും കൂടെ പിന്നെ വെരിഗേറ്റഡ് ആണല്ലോ. അതന്നെ. ഇത് കുറച്ച് കളക്ഷൻ ഉണ്ടല്ലേ? ഇത് നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട്. ഈ ഏരിയ മൊത്തം അതാണല്ലേ? ആ പുറകോട്ടുള്ളത് അത് തന്നെയല്ലേ? അതന്നെ. ഇതാണ് തിമ്മ അല്ലേ? തിമ്മ ഐറ്റം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ. ഇതിന്റെ പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളർന്നു നിൽക്കും. പക്ഷെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സംഭവം നല്ല ഫ്ലവറിങ് ആണ്. മഴയൊക്കെ പെയ്താലും അത്യാവശ്യം ഫ്ലവറിങ് ഒക്കെ നിൽക്കുന്നുണ്ട് സംഭവം. ആലീസ് വൈറ്റ്. പെട്ടെന്ന് വളർന്നു പോകും. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞ സംഭവം ലെവലാക്കി നിർത്തിയ അടിപൊളി സംഭവമാണ്. പുറകെ നിന്ന് പ്രൂൺ ചെയ്തോണ്ടിരിക്കണം, നിൽക്കണം. ആലീസ് വൈറ്റ്. പക്ഷെ നമ്മൾ മതിലിനോട് ചേർത്തിട്ടൊക്കെ വെക്കുന്ന പടർന്ന് കിടന്നു. ഇത് പുതിയ വെറൈറ്റി ആണോ? ഇതും പുതിയ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു പഴയ ടൈപ്പ് വെറൈറ്റിയാ. അതല്ലേ? ഇത് പലാക്കർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ. ഇത് വന്നിട്ട് എന്താ പറയാ, ഫ്ലവറിങ് ഒക്കെ ചെറിയ നിറച്ച് പൂവാണ് സംഭവം. ലീഫിനെക്കാട്ടിലും കൂടുതൽ പൂവുണ്ട് കണ്ടോ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ അതിന്റെ ഒരു ഭംഗി, പ്രത്യേക ഭംഗി. എല്ലാ ചിലരും ചോദിക്കുന്നത് ലോക്കൽ, പക്ഷെ ലോക്കൽ അല്ല കേട്ടോ, അതൊരു വെറൈറ്റി സംഭവമാണ്. കാണുമ്പോൾ അതന്നെ തോന്നും, പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. നിറച്ച് ഫ്ലവറിങ്ങും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. ഉള്ളത് വെറൈറ്റി. പൂവിന് ഒരു ഭംഗിയുണ്ട്, കളർഫുൾ അല്ലേ? 2 കളർ മിക്സ് ആയിട്ടാണ് നമ്മൾ അടുത്ത് വരുമ്പോൾ അറിയുള്ളൂ. ഇത് ബട്ടർഫ്ലൈ ഇല്ല, റെഡ് കാണിച്ചില്ലേ, അതിന്റെ യെല്ലോ. ബട്ടർഫ്ലൈ യെല്ലോ ആണെങ്കിൽ ഒരു തീമഞ്ഞ കളറിലേക്ക് വരില്ലേ കഴിയുമ്പോ അതന്നെ വിരിയുമ്പോൾ കറക്റ്റ് അല്ലോ ആയിരിക്കും. ഇത് വെരിഗേറ്റഡ് ആണല്ലേ? വെരിഗേറ്റഡ്. ഒരു സിൽവർ ചിത്രയുടെ വേറെ വെറൈറ്റി ആണ്. ഇല വെരിഗേറ്റഡ്, ഫ്ലവറിങ് തന്നെ ഒരു പ്രത്യേകത. നോക്കിയേ, വൈറ്റും പിങ്കും കൂടെ കേറിയിട്ടുള്ളൊരു സിൽവർ ചിത്ര. ഇത് വെരിഗേറ്റഡ് യൂജീനിയ. നമ്മൾ നോർമൽ യൂജീനിയ അല്ലേ കാണാറ്, റെഡ് ഷെയ്ഡ് ഉള്ളത്. ഇതൊരു വെരിഗേറ്റഡ് പ്രത്യേകതരം ഭംഗിയില്ലേ, നോക്ക് നിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ലൈനായിട്ട് വെക്കാനൊക്കെ നല്ല ബോർഡറിലൊക്കെ വെക്കാനായിട്ട് അടിപൊളി സംഭവമാണ്. ഇത് അടിപൊളിയാണ്. ഇതിന്റെ ചെറിയ തൈ ഉണ്ടോ? നമുക്കിപ്പോ അവൈലബിൾ അല്ല, ഇപ്പൊ വലുത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. അത് ഇല തന്നെ മതി, ഒരു ഭംഗിയല്ല. ഇതും വെരിഗേറ്റഡ് ആണല്ലേ? ഇതാണ്
അതും വെരിഗേറ്റഡ് തന്നെ. ഓക്കെ, ഇതെല്ലാം ഡോൾഫിൻ റെഡ് ആണ്. ഡോൾഫിൻ റെഡ് ആണ്. ഇത് ഗ്ലോസി ബ്രിസ എന്ന് പറയും സംഭവം. ഇതിന്റെ ഇലയൊക്കെ നല്ല സ്മൂത്താട്ടോ, നല്ലൊരു സ്മൂത്തി ടൈപ്പാണ്. ഫ്ലവർ നല്ല സ്മൂത്താ, നല്ലൊരു കളർഫുള്ളാ. ഈ പൂ ഉണ്ടായി കഴിഞ്ഞാൽ നിറച്ച് ഫ്ലവർ ഉണ്ടാവും. എന്നാൽ കുറച്ച് ഉണ്ടാവാൻ കുറച്ചൊരു ലേറ്റ് ആവും. ഇത് ഓറഞ്ച് ഗ്ലോ. ഓറഞ്ച് ഗ്ലോ നമ്മൾ കിൻ മാർബിളിന്റെ ഒക്കെ വേറൊരു വെറൈറ്റി. പക്ഷെ അതിന്റെ ലീഫിലൊക്കെ ഒരു വ്യത്യാസം നോക്കും. ലീഫിൽ ഒരു ഡോട്ട് കയറി വരുന്നുണ്ട്. അങ്ങനെയാണ് ഓറഞ്ച് ഗ്ലോ എന്നുള്ളൊരു പേര് വന്നേക്കുന്നത്. ഓറഞ്ച് ഗ്ലോയും കുറച്ച് ഉണ്ടല്ലേ? കുറച്ച് നമുക്ക് കുറച്ചുണ്ട്. ഇതും സ്പൈഡർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയെ, മറ്റേ നമ്മുടെ ബട്ടർഫ്ലൈ മോഡൽ തന്നെ. പക്ഷെ ഇതും നല്ലൊരു പൂ വിരിഞ്ഞ നമ്മൾ വലിയ ചട്ടിലേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേക ഭംഗിയാണ്. ആ കളർ നോക്കും, നല്ലൊരു നമുക്ക് ലാവണ്ടർ കളർ കുറേ ഉണ്ട്. ഇതൊരു ഡാർക്ക് ലാവണ്ടർ, ഗ്ലാബറ പർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ. ഇത് നല്ല എന്താ പറയാ, ഇത് നിറച്ച് പൂവുണ്ടാവും. ഇതിപ്പോ ഇങ്ങനെ പടർന്ന് നിക്കില്ലേ നമ്മള്, അങ്ങനെ നിൽക്കുന്ന ലൈറ്റ്. അത് നിറച്ച് പൂവുണ്ടാവും. എല്ലാവർക്കും പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഇഷ്ടം ഉണ്ടാവും. ഇത് നമ്മുടെ ആ പൈറോപ്പല്, ഫ്ലെയിം റെഡ്, പിന്നെ അതിന്റെ റൂബി റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. ആ ഒരു 3 വെറൈറ്റിയാണ് നമുക്കുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ സെയിലും പോണത് അങ്ങനത്തെ ഒരു ഐറ്റം അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതന്നെ. വലിയ ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ആ വൈറ്റില് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കയറിയിട്ട്. ഇനി നമ്മുടെ ബോഗൻവില്ല സീസൺ ഒക്കെ നമ്മുടെ ഏകദേശം ഒന്ന് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സംഭവം. ഇനിയിപ്പോ നമുക്ക് പുതിയ കുറച്ച് വെറൈറ്റികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോ എന്നാലും കഴിഞ്ഞെങ്കിലും ഉണ്ട് എങ്കിലും പിന്നെ അടുത്ത നമ്മൾ സെഷനിലേക്ക് കടക്കണമല്ലോ. അപ്പൊ നമ്മളിപ്പം മിനിയേച്ചർ തെച്ചിയുടെ കുറച്ച് കളക്ഷൻസ് നമ്മളിപ്പോ കൊണ്ടുവന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് റെഡ് ഉണ്ട്, ഇത് പിങ്ക്, കുറച്ച് ഇനിയിപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇനിയിപ്പോ ഉടനെ പൂവാവും. ഇത് മഴയും പ്രശ്നമില്ല. ഇത് മഴ പ്രശ്നമില്ല. മിനിയേച്ചർ അത്യാവശ്യം ആൾക്കാർ കൂടുതൽ ചോദിച്ചിരുന്ന ഇപ്പൊ നമുക്ക് വന്നേക്കുന്നത് റെഡും ഉണ്ട്, പിങ്കും ഉണ്ട്. ഈ രണ്ട് ഇനിയിപ്പം കുറച്ച് കളേഴ്സ് കൂടെ വരാനുണ്ട്. ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല പച്ചപ്പ്, എന്തൊരു പ്രത്യേകതരം അറേഞ്ച്മെന്റ് ഒക്കെ ഞങ്ങളുടെ നല്ല ഭംഗിയിൽ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ ഭംഗി കൂടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോ ഇത്ര അറേഞ്ച് ചെയ്തു. അതന്നെ ഫ്ലവർ. അപ്പൊ പിന്നെ ബോഗൻവില്ല സ്റ്റെപ്പ് വരുമ്പോ ഇതന്നെ. ഇനി അടുത്ത് നമ്മുടെ യൂജീനിയ സെഷൻ ആ വെരിഗേറ്റഡ് കാണിച്ചതിന്റെ വെരിഗേറ്റിന്റെ വേറെ ടൈപ്പ്. ഇത് നമ്മൾ നോർമൽ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിന്റെ ചെറിയ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മുടെ ഇവിടെ കാണുന്നത്. അതുപോലെ കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ഫ്ലവർ, മഞ്ഞ കളർ അങ്ങനെ. അതും ട്രെൻഡ്. നമുക്ക് ഈ സീസണിലാണ് ഇങ്ങനത്തെ. അവിടെ പൂ ഫ്ലവർ ആയി വരുന്നുണ്ട്. ഞങ്ങൾ സാമ്പിളിന് വേണ്ടി ഇട്ടേക്കണതാണ് സംഭവങ്ങളൊക്കെ. വീടുകളിലൊക്കെ അതന്നെ വൈറലായി തുടങ്ങി. ഇത് നോക്കിയേ, കാലാപ്പാടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ, മാവാണേ. നോക്കി കായ്ച്ചു നിൽക്കണം, നോക്കി നിറച്ച് കായ ഉണ്ടാവേ. ഇതിപ്പോ അധികം വർഷമൊന്നും ആയിട്ടില്ല, ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. ഒരു കൊല്ലത്തിൽ തന്നെ അത്യാവശ്യം കായ നമുക്ക് കിട്ടുന്നുണ്ട്, നിറച്ച് കായ്ക്കുന്നത്. ഇപ്പൊ നോക്കി കാലാപ്പാടി. അതുപോലെ തന്നെ ജാക്ക്, വിയറ്റ്നാമിന്റെ ജാക്കിൽ കണ്ടോ, വിയറ്റ്നാം മെർലി. ഇതൊരു 1 കൊല്ലമൊക്കെ കഴിഞ്ഞു. കറക്റ്റ് ആയിട്ട് നമുക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ടും സംഭവം കായ പിടിച്ചിട്ടുണ്ട്. വിയറ്റ്നാം മെർലി. ഇത് ഓൾ സീസൺ ആണല്ലേ? ഇത് ഓൾ സീസൺ. പിന്നെ ഇത് മാൾട്ടയുടെ ഞങ്ങൾ വിയറ്റ്നാം മാൾട്ടയുടെ ചെറുതിൽ പോലും കായുണ്ടല്ലേ? ഇതിൽ വേറെ ചെറിയ തൈകളും ഉണ്ടല്ലേ? ചെറിയ തൈകളും ഉണ്ട് നമുക്ക്. ഇത് നമ്മുടെ ജാക്കിന്റെ കളക്ഷൻസ് ആണ്. കുറച്ച് ഏറെ ജാക്ക് കളക്ഷൻ ഉണ്ട്. ചെറിയ തൈ തൊട്ട് ഇപ്പൊ ആൾക്കാർ ചോദിച്ചിട്ട് നമുക്ക് ചെറിയ തൈകളാണല്ലോ ചോദിച്ചത്. അതൊക്കെ നമുക്കിപ്പോ കുറച്ചേറെ കളക്ഷൻ നമുക്ക്. ഇത് ഏതൊക്കെയാ മെയിൻ ആയിട്ട് വരുന്നത്? ഇത് നമുക്ക് വരുമ്പോ ഇത് ചെമ്പരത്തി വരിക്കാന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം. ഇത് വരുമ്പോ J33, അത് ആ സെഷൻ അങ്ങോട്ട് J33 എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്.
അതിൻ്റെ പല പല കവർ സൈസായിട്ട്. ഇത് അതൊക്കെ ജേട്ടേട്ടറി. ഇത് വരുമ്പോൾ വിയറ്റ്നാം എയർലൈയുടെ ഐറ്റംസ് അതൊക്കെ ഇത്ര ഈ സെഷൻ. ഇത് വരുമ്പോൾ മുട്ടൻ വരിക്ക. ഇത് വരുമ്പോൾ തേൻ വരിക്ക എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം. ആ സെഷനായി കാണുന്നത്. പിന്നെ കംബോഡിയൻ റെഡ് ഇല്ല, വന്നിട്ടില്ല, വരും. പിന്നെ ഇത് ഡെൻസൂരിയ എന്ന് പറഞ്ഞ ഡെൻസൂരിയ ഇല്ലേ, റെഡ് ജാക്ക്, അതിന്റെ ഒരു ചെറിയ കളക്ഷൻ. ഇത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളത് അത് ഡെൻസൂരിയ. ഇതിന്റെ എല്ലാം ചെറുതുണ്ട്, ഇതിന് വലുതുണ്ട് ചെറുതുണ്ട്. അങ്ങനെയാണ്. നമുക്ക് മാവിന്റെ കളക്ഷൻസ് ആണേ. അത് വരുമ്പോ കോട്ടൂർ കോണം ഈ ഭാഗത്തിരിക്കുന്നത്. അത് കോട്ടൂർ കോണം. ഇത് കാലാപ്പാടി. ഈ കാലാപ്പാടി നമ്മളിപ്പോ കായ്ച്ചത് കണ്ടത് അതിന് ചെറിയതാണിത്. ഇത് വരുമ്പോ കാറ്റിമോൻ, സൂപ്പർ ക്യൂ എന്നൊക്കെ പറയും. കാറ്റിമോനും മധുരമുള്ള ഏറ്റവും മധുരമുള്ള. പിന്നെ കൊളമ്പ് നല്ലൊരു ആണല്ലോ കൊളമ്പ്. പിന്നെ ഇതൊക്കെ നമ്മുടെ തായ്ലൻഡ് ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും. തായ്ലൻഡ് ഓൾ സീസൺ. ഇപ്പൊ തന്നെ പൂവുണ്ടല്ലോ. പൂവുണ്ട്. ഇത് എപ്പോഴും പൂവുണ്ടാവൂലേ? എപ്പോഴും പൂവുണ്ടാവും, കായും ഉണ്ടാവും. ഇത് മാൾട്ട തന്നെയാണത്. എന്തോ ഇത് ഓറഞ്ചാണ്, സീറ്റ് ഓറഞ്ചാ. ഇത് നല്ലൊരു ഐറ്റം. കായ് നിറച്ച് നോക്കി, നിറച്ച് കായ ഉണ്ടാവുന്നുണ്ട്. നിറച്ച് വരുന്നുണ്ട് കണ്ടോ. ഇതിലൊക്കെ ഇതൊക്കെ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് ഓറഞ്ച്. ഇത് പേരകളുടെ ഒരു ഇത് റെഡ് ഡയമണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പം, നല്ല കാമ്പ് കൂടുതലായിട്ട്. വയലറ്റ്, അത് വയലറ്റ്, അത് വേറെയാ. ഇത് റെഡ്, ഉള്ളിൽ റെഡ്, നല്ല കുറച്ച് കുരുവിനെക്കാട്ടിലും കൂടുതൽ കാമ്പ് എന്ന് പറയും. നല്ല സൈസായിട്ട് നല്ലൊരു പേരക്കയിൽ റെഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പുറത്ത് വെരിഗേറ്റഡ് പേര് നമുക്ക് അവിടെ ഉണ്ട്. അതും നല്ല റെഡാണ് ഉള്ളില്. അത് നല്ല മധുരമുള്ളതായിട്ടാണ്. ഇത് പിന്നെ കാറ്റിമോന്റെ വലുത് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്വീറ്റ് ലൂബി. ഇത് കണ്ട ഇപ്പൊ തന്നെ കായ്ച്ച് പൂത്ത് കായൊക്കെ പിടിച്ചേക്ക് നോക്കി നിറച്ചത്. ഇത് നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല കേട്ടോ, സ്വീറ്റ് ലൂബി. ഇത് നോക്കിയേ, കായ തന്നെ ആശ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അത് ആശ വെറൈറ്റി. നിറച്ച് ഇതിപ്പോ തന്നെ നോക്കിയ നല്ല പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കും. നല്ല സ്വീറ്റ് ആട്ടാ. ഞങ്ങൾക്ക് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ നല്ല സ്വീറ്റ് ഉണ്ട്. സബർ ജെല്ലി ഉണ്ട്. പിന്നെ ബുഷ് ഓറഞ്ചിന്റെ കുറച്ച് ഏറെ കളക്ഷൻ ഉണ്ട് നമുക്ക്. വലുതുണ്ട്, ചെറുതുണ്ട്. ബുഷ് ഓറഞ്ച് സബർ ജെല്ലി നമുക്ക് കായ ആയിട്ടില്ല. നമ്മള് സാമ്പിൾ വെച്ച് നോക്കുന്നുണ്ട്. പൂത്ത് കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ആക്കണം. ഇത് നമ്മുടെ ക്ലൈമറ്റിന് പറ്റുമോ? ഇവിടുത്തെ നമ്മൾ നോർമലി ആൾക്കാർ പറയാം നമ്മുടെ ക്ലൈമറ്റിന് പറ്റില്ലെന്നാണ് പറയണേ. ഈ തണുപ്പ് വേണ്ട സ്ഥലത്താണ്. അതന്നെയാണ് സബർ ജെല്ലൊക്കെ അങ്ങനല്ലേ. പിന്നെ നെല്ലി ബഡ് നെല്ലി. ഇത് നിറച്ച് കായിടും. സാധാരണ നെല്ലി കായ്ക്കാൻ പാടാണല്ലോ. പക്ഷെ ഇത് നിറച്ച് കായിടുണ്ട്. നമുക്ക് അവിടെ ഉണ്ട്, കായ പിടിച്ചതൊക്കെ ഉണ്ട്. ഇത് നിറച്ച് കായിടുന്ന ഒരു ഐറ്റാ. ഇത് മൈലാഞ്ചിയാ? അത് മൈലാഞ്ചി കുറച്ച് കളക്ഷൻ ഉണ്ടല്ലോ. അതിന് വരണുണ്ട്, ഡിമാൻഡ് ഉണ്ടോ? ചില ആൾക്കാർക്ക് വന്നിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഉണ്ടെന്ന് ചോദിക്കുമ്പോ അങ്ങനെ പെരുന്നാളൊക്കെ ആവുമ്പോ. അതന്നെ. പിന്നെ ഇത് കശുമാവ്, അത് നാഗപ്പൂർ ഓറഞ്ച്. ഓറഞ്ചിന്റെ നമുക്ക് കുറച്ചൊരു 3-4 വെറൈറ്റി ഉണ്ട്. ഓറഞ്ച് തന്നെ കളക്ഷൻ. നാഗപ്പൂർ ഓറഞ്ച് ഉണ്ട്, സീറ്റ് ഓറഞ്ച് ഉണ്ട്. പിന്നെ വരുമ്പോ മുസംബി ടൈപ്പിലുള്ളത്. ഇത് പിന്നെ നമ്മുടെ കശുമാവൊക്കെ എന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ പൂത്ത് വേഗം കായ്ക്കുന്നൊക്കെ ഉണ്ട്. ചെറുതാകുമ്പോ തന്നെ കായ്ക്കുന്നുണ്ട്. അധികം ഹൈറ്റും പോവില്ലല്ലോ. ഞങ്ങളുടെ ചെറിയ പ്ലാന്റ്സ് ആണ് അതൊക്കെ. അതന്നെ അതിന്റെ ചെറിയ പ്ലാന്റ്സ്. അത് നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. കാരണം നമ്മള് സാമ്പിള് കാണിക്കണ്ട അവിടെ. കാരണം നമ്മുടെ ക്ലൈമറ്റിലും ഇത് സംഭവം ആവൂന്ന് പറയുമ്പോ ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് മേടിക്കാൻ. ഇതാണോ ഏറ്റവും ചെറിയ തൈ? ഇതാണ്. പിന്നെ വരുമ്പോ ഇത് കണ്ടോ, ഇത് കസ്തൂരി മാങ്കോ. ഇതുപോലെ ഈ ഒരു ലീഫിന്റെ കളറാണ്.
മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഉള്ളിലത്തെ മിയാസാക്കി പോലെ ആ ഉള്ളിൽ നല്ല റെഡും ഒരു യെല്ലോയുടെ ഷെയ്ഡ്, പുറമേ വയലറ്റ്. അതന്നെ. മിയാസാക്കി അല്ല അല്ലേ? മിയാസാക്കി അല്ല, കസ്തൂരി മാങ്കോ എന്ന് പറഞ്ഞു. സുരിനാം ചെറി, ഇതും ഫ്രൂട്ട്സ് തന്നെ. ചെറിയുടെ ഒരു ഐറ്റം ആണ്. അത് സ്ട്രോബെറി പേര അല്ലേ? അത് സ്ട്രോബെറി പേരയുടെ യെല്ലോ. ഓക്കെ. പിന്നെ നമ്മുടെ DV പിന്നെ സപ്പോട്ട വേഗം കായ് പിടിക്കുന്നുണ്ട്. പിന്നെ പൂത്ത് കായ് പിടിക്കാൻ തുടങ്ങി. ഇത് വെരിഗേറ്റഡ് മുസംബിയുടെ വേറെ വെരിഗേറ്റഡ്. ഇത് നല്ല സ്വീറ്റാണ്. നല്ല സ്വീറ്റാണ്. ഇത് പിന്നെ മിൽക്ക് ഫ്രൂട്ടിന്റെ കുറച്ച് കളക്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ വലിയ മാവിന്റെ കളക്ഷൻ, വലിയ മാവുകൾ. ഇത് നമ്മുടെ തായ്ലൻഡ് മാവിന്റെ കുറച്ച് കളക്ഷൻസ്. കുറച്ച്. ഇത് കൊയിൻ മുസംബി എന്ന് പറഞ്ഞിട്ട് മുസംബി തന്നെ. ഇത് നമ്മുടെ ബാംബൂസ്, ഗോൾഡൻ ബാംബു. ചെറുതും വലുതും ഉണ്ട്. ഇത് വെരിഗേറ്റഡ് ബാംബു. പിന്നെ അത് വൈറ്റ് ബാംബു. പിന്നെ അത് വിച്ചിയമേരിയുടെ ഗ്രീൻ ആണ്. പാമ്പുകളൊക്കെ ചോദിച്ചവർക്ക് നമുക്കിവിടെ വേണ്ട അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഫോസ്റ്റേൽ പാമ്പ്. ഇത് ടെർമിനാലിയയുടെ ഗ്രീന്. ഇത് വെരിഗേറ്റഡ്. അതിന്റെ ചെറുതും ഉണ്ട് വലുതും. ഇത് മാൽപീജിയാന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് പല ഷേപ്പിലാക്കി വെക്കാൻ പറ്റും. ഇത് ബോൾ വേണമെങ്കിൽ ബോളാക്കാം, കോണ്, അങ്ങനെ കുറച്ച്. ഇത് അങ്ങനത്തെ ഒരു ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ഐറ്റാണ്. വെട്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന്റെ പേരെന്താ പറഞ്ഞേ? ഇത് മാൽപീജിയ അല്ലേ? അതിന്റെ കുറച്ച് കളക്ഷൻ നമുക്ക് ഏകദേശം കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇതേതാ ഈ മഞ്ഞ കളർ ചെടി? ഇത് ഡിസ്മോഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി. ഡിസ്മോഡിയ ലാൻഡ്സ്കേപ്പിങ്ങിനായിട്ട് കൊണ്ടുപോകും. ഇത് ഗാർലിക് വൈൻ എന്ന് പറയേ, ക്രീപ്പർ. അതൊരു കാണുന്ന ഒരു ചെറിയ വയലറ്റും വെള്ളം കൂടി പൂവിനൊരു ഉള്ളി പോലെ കളറ് വരും. ഇത് ശ്രീലങ്കൻ മുല്ലയാണല്ലേ? ശ്രീലങ്കൻ മുല്ല. ഇത് നോക്കിയേ, ഇത് കുറ്റിമുല്ല പോലെ നിൽക്കും. ശ്രീലങ്കൻ മുല്ല. ഇത് റോസിഡ. ഇതിന് നമുക്ക് 2 കളറാണ് നമുക്കുള്ളത് ഇപ്പം. ഇതൊരു റെഡ്, ഇത് വരുമ്പോ ഒരു പിങ്ക്, യെല്ലോ കളർ. ഇത് 2 കളറാണ്. 2 കളർ. അതന്നെ. ഇത് അത്യാവശ്യം നല്ല സെയിലുള്ളതായിട്ട്. പോട്ടും ഉണ്ട്, കവറും ഉണ്ട്. ചൈനഡോൾ നമുക്ക് ഇൻഡോർ രണ്ടും വെക്കാം. മിക്ക ഇൻഡോർ കളക്ഷന് കൂടുതലും അത്യാവശ്യം നല്ല പോകുന്ന ഐറ്റാണ് ചൈനഡോൾ. അധികം നമുക്ക് സൂര്യപ്രകാശം വേണമെന്നില്ല. ഇത് ചെത്തിയുടെ നമ്മുടെ നോർമൽ ചെത്തി, അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ചെത്തി. ഇത് കണ്ട വലിപ്പം, വലിയ പൂവിന് നല്ല വലിപ്പമല്ലേ? നല്ല നിറച്ച് പൂവുണ്ടാവും. പൂവായി വരണുള്ളൂ. അപ്പോൾ ചേച്ചി, ഇത്രയും തിരക്കേറിയ സമയത്തും നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. യാത്രാ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും ഈ നഴ്സറിക്ക്. താങ്ക് യു. വെൽക്കം.